നാഗ്പൂർ ഓറഞ്ച് ആണത്. നമ്മുടെ ക്ലൈമറ്റിൽ ഇഷ്ടംപോലെ ഉണ്ടാവുന്ന ഓറഞ്ചാണ്. ഇതിൻ്റെ ഒരു 10-20 പ്ലാന്റ്സിൽ നമ്മൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഓരോരുത്തർ കൊണ്ടുപോയി. ഇനി ലാസ്റ്റ് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ. ഒരു 600 റേഞ്ച് വരുന്നത് പ്ലാന്റ്സ്. ഇത് നമ്മുടെ ബനാന സപ്പോട്ടയാണ്. സാധാരണ സപ്പോട്ട നമ്മുടെ റൗണ്ടിലല്ലേ ഇരിക്കുക. ഇത് കുറച്ച് നീളത്തിലായിട്ട് കുറച്ചുകൂടെ പൾപ്പ് ഉണ്ടാകും. കുറച്ചുകൂടെ സ്വീറ്റും ആയിട്ടുള്ള വെറൈറ്റിയാണിത്. ചെറുതിൽ തന്നെ നിറയെ ഫ്രൂട്ടൊക്കെ ആയി തുടങ്ങും കേട്ടോ. ഇതൊക്കെ ഒരു 300 ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. ഇത് ജബോട്ടിക്കാബ പ്രിക്കോസിയാണ്. കായ്ക്കാറായിട്ടുണ്ട്. നമുക്ക് ഈ ജബോട്ടിക്കാബയിൽ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ ഈ സ്റ്റെമ്മിൽ ചെറുതായിട്ട് ഇങ്ങനെ അടർന്നടർന്ന് വരണ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കായ്ക്കാറായെന്ന് മനസ്സിലാവും. ഏകദേശം ഒരു 9500 ആ റേഞ്ചൊക്കെ. 9500. ഏകദേശം ഒരു 7 അടിയോളം ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ പ്ലാന്റ്. ഇത് അബിയുവിൻ്റെ ഒക്കെ വലിയ തൈക്കളുണ്ടല്ലോ ഇവിടെ. എല്ലാം ജയന്റാണ്. അതല്ലേ? എത്ര കൊല്ലം കൊണ്ട് കായ്ക്കും? അബിയു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 2 കൊല്ലം മതി നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ. നല്ല പെട്ടെന്ന് വലുതാവുന്ന പ്ലാന്റ്സ് ആണ്. പെട്ടെന്ന് ബ്രാഞ്ചസ് ഒക്കെ വന്നതാ, പെട്ടെന്ന് വലുതാവുന്ന പ്ലാന്റ്സ് ആണ് അബിയുടെ. ഇത് ഹോം ഗ്രൗണ്ട് ആണല്ലേ? ഇത് ഹോം ഗ്രൗണ്ടിന്റെ ആണ്. എന്താ വില? ഇത് 600 വരുന്നതാണ് ഈ പ്ലാന്റ്. ഈ ഒരു സൈസ് പ്ലാന്റ് 600 ആണ്. ഏകദേശം ഒരു 4 ഫീറ്റ് ഒക്കെ ഉണ്ടാവും. ഇത് കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളത്. ഇത് കായ്ക്കാറായതാണ്. ഇത് അത്യാവശ്യം വലിയ പ്ലാന്റാ. ഇതൊക്കെ എത്ര റേറ്റ്? ഇതൊക്കെ 1500 ഒക്കെ വരും കേട്ടോ ഈ സൈസ്. ഇതെല്ലാം എത്തിച്ചു കൊടുക്കാൻ പറ്റൂല? ഇതെല്ലാം എത്തിച്ചു കൊടുക്കാം. ഒക്കെ ജയന്റ് ഇരിക്കണൊക്കെ ജയന്റ്? ഇതെല്ലാം ജയന്റാണ്. ഇത് നമ്മുടെ മരമുല്ല എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല സ്മെല്ലുള്ള മുല്ല. നിറയെ വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടായിക്കോളും. കംപ്ലീറ്റ് വൈറ്റ് ഫ്ലവർ ആയിട്ട് നല്ല ഫില്ലിയും നൈറ്റൊക്കെ നല്ല സ്മെല്ലാണ് കാണാനായിട്ട്. അതിന്റെ ഒക്കെ ഒരു മിനിയേച്ചർ വെറൈറ്റി, ഡ്വാർഫ് വെറൈറ്റി ആണ് ഈ ഇരിക്കുന്നത്. പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. നിറയെ മുട്ടുകളുണ്ട് എല്ലാത്തിലും. ദൽഹാരി ചാമ്പയുടെ വലിയ പ്ലാന്റ്സ് ആണ്. ഇത് ഒരാളേലും ഹൈറ്റ് ഉണ്ട്. ഒരു 6 അടി 7 അടിയൊക്കെ ഹൈറ്റ് ഉണ്ടാവും ഈ പ്ലാന്റ്. നല്ല സൈസുള്ള പ്ലാന്റ്. എത്ര റേറ്റ് അത്? ഇത് 950 വരും. ഇത് പിന്നെ നമ്മുടെ കിങ് പാം ആണ് കേട്ടോ. ഇൻഡോർ വെക്കുന്ന പാംസ് ആണ് ഇത്. ഇതെല്ലാം ഇതൊക്കെ വലിയ കവറായിരിക്കുന്നത്. ഒരു 1800 ആ റേഞ്ച് വരുന്ന സൈസാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് നമ്മുടെ പിങ്ക് പ്രിൻസസ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഒരു 190 ആ ഒരു റേഞ്ചൊക്കെ വരുന്ന പ്ലാന്റ്. ഫിലോഡൻഡ്ര ആണത്. പിന്നെ ഇത് ബാംബു പാമാണ്. ഒരു 250 ഒരു സൈസുള്ള പ്ലാന്റ് ഒക്കെ ഒരു 250 ഒക്കെയാണ് വരിക. പിന്നെ സെക്കുലൻസ്, കാക്ടസ്, അങ്ങനെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. നമസ്കാരം കേട്ടോ. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്ന് അത്താണിയിലാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മൂൺ ലീഫ് നഴ്സറി എന്ന് പറഞ്ഞ നഴ്സറി കാണാം. അത്താണി എന്ന് വരുന്ന റോഡാണ് കേട്ടോ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് പോകുന്ന റോഡ്. അപ്പോൾ ഇവിടെ നിന്നൊരു 10 മിനിറ്റ് അങ്ങ് പോയി കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടായി. അപ്പോൾ അവിടെ നിന്ന് ആ റോഡ് വന്നു കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പോട്ട്സ് പ്ലാന്റ്സ് ആൻഡ് മോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡ് കാണാം കേട്ടോ. ഇതാണ് അവർ നഴ്സറി, മൂൺ ലീഫ് നഴ്സറി. ഫ്രൂട്ട്സ് പ്ലാന്റാണ് കൂടുതലുള്ളത്. ഫ്രൂട്ട്സ് പ്ലാന്റ് മാത്രമല്ല, ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടുത്തെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലിടാം. നല്ലൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഈ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ഗാർഡൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, ലൊക്കേഷൻ മാപ്പ് ഉണ്ട്. നമസ്കാരം നിമ്മി. നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ടോ? പ്ലാന്റ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു 5000 എബോവ് വരുന്ന ഓർഡേഴ്സിനൊക്കെ നമ്മൾ ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അതല്ലാണ്ട് കൊറിയർ അങ്ങനെ വല്ലതും ഉണ്ടോ? സിംഗിൾ പ്ലാന്റ് കൊറിയർ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്. കൂടുതലും നമ്മൾ അല്ലാതെ കൊടുക്കുന്നത്. ഇപ്പോൾ ഫ്രൂട്ട്സിന്റെ പ്ലാന്റ് ഒരുപാട് വന്നിട്ടുണ്ടല്ലോ, വലിയ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അച്ചാച്ചേരുല്ലേ, അതിന്റെ ഒരു പ്ലാന്റ് ആണ്. വലിയ പ്ലാന്റ്. അതിന്റെ വലിയ പ്ലാന്റ് ആണ്. നമ്മുടെ ബബ്ലൂസിന്റെ റെഡ് ആണ് ഇത്. നാരകത്തിന്റെ റെഡ്. വലിയ തൈക്കളാണല്ലോ. വലിയ തൈക്കളാണ്. ഈ റെഡ് കായ്ച്ചിട്ടുണ്ടോ അവിടെ? ഇത് നമ്മുടെ ഇവിടെ ഗാർഡനിൽ ഇവിടെ കായ്ച്ചിട്ടില്ല. നമ്മുടെ ഇവിടെ കേരളത്തിൽ പലയിടത്തും കായ്ച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ട് ഞാൻ ഒരു വീഡിയോയിലുണ്ട് കായ്ച്ചെടുക്കുന്നത്. ആണോ? ഇതൊക്കെ എത്ര റേറ്റ് വരാത്? ഇതൊക്കെ 400 വരാ. ഈ ഒരു സൈസ്, ഈ ഒരു കവർ സൈസ്. ഇതൊക്കെ ബബ്ലൂസ് തന്നെയല്ലേ ഇരിക്കണൊക്കെ? ഇതൊക്കെ ബബ്ലൂസ് ആണ്. അതിന്റെ പുറകില് നാഗ്പൂർ ഓറഞ്ച് ആയിരിക്കുന്നത്. ഇത് നമ്മുടെ ക്ലൈമറ്റിൽ ഉണ്ടാവുന്ന ഓറഞ്ച് ആണ് കേട്ടോ ഇത്. നല്ല മധുരമുള്ള ഓറഞ്ച്. നല്ല മധുര മീൻസ് നമുക്ക് അത്രയും ഡാർക്ക് ഓറഞ്ച് കളർ ഒന്നും കിട്ടത്തില്ല. പക്ഷെ ഒരു വൈറ്റ് കളർ ആയിരിക്കും. പക്ഷെ നല്ല സ്വീറ്റ് ആണ്. നമ്മുടെ ക്ലൈമറ്റിൽ ഇഷ്ടം പോലെ ഉണ്ടായിക്കോളും. ഇത് നിൽക്കുന്നത് നമ്മുടെ പുളിയാണ് കേട്ടോ. സ്വീറ്റ് അമരന്റ് ആണത്. ചാമ്പ് ഇത് നമ്മുടെ മലയൻ ചാമ്പയിൽ വരുന്നൊരു വെറൈറ്റിയാണ്. നിറയെ പൂക്കളുണ്ടല്ലേ? നിറയെ പൂത്തിട്ടുണ്ട്. വലിയ തൈക്കളാ. ഞാവലില്ലേ, ഞാവലിന്റെ വലിയ പ്ലാന്റ്സ് ഉണ്ട്. ഈ ഒരു സൈസ് ഒക്കെ ബഡ് ചെയ്ത പ്ലാന്റ്സ് തന്നെയാണ്. ഞാവലിന്റെ വൈറ്റ്. ഇത് വൈറ്റ് അല്ല, വൈറ്റും ഉണ്ട്. ഇത് മറ്റേ ബ്ലാക്ക് ഞാവലല്ലേ? ഇത് ബ്ലാക്ക് ആണ്. ഇടയിൽ
ചെറുതായിട്ട് ഇതൊക്കെ വൈറ്റ് ആണ്, ചെറുതൊക്കെ വൈറ്റ് ആണ്. ഇത് എന്തുവല്ലേ ബ്ലാക്ക് വലുത്? ബ്ലാക്ക് ഇത് വരുന്നത് 600-ന്റെ ആണ്. ഇത്രയും വലിയ പ്ലാന്റ് കേട്ടോ. മീൻസ് അത് പൂത്തൊക്കെ കഴിഞ്ഞ തവണ ആയതാണ്, ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഫ്രൂട്ട് ഉണ്ടായ പ്ലാന്റ് അല്ലേ? ഫ്രൂട്ട് ഉണ്ടായ പ്ലാന്റ് ആണ്. ഇത് നമ്മളെ ആ ബൊറോളി എന്ന് പറഞ്ഞ വലിയ ഞാവൽപ്പഴം ഒരുപാട് വലുതല്ല, ഒരു മീഡിയം സൈസ്. പിന്നെ ഇത് മാവിന്റെ കുറെ ഇരിക്കുന്നത്, മാവിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട്. മെയിൻ ആയിട്ട് ബെങ്കനാപ്പള്ളി, കാലാപ്പാടി, അൽഫോൺസ, മല്ലിക, എല്ലാ വെറൈറ്റീസും ഉണ്ട്. എല്ലാം വലിയ പ്ലാന്റ്. വലിയ പ്ലാന്റ്സും ഉണ്ട്, ചെറിയ പ്ലാന്റ്സും ഉണ്ട്. ഈ വലിയ സൈസ് ഒക്കെ നമുക്ക് ഏകദേശം ഒരു 1200 വില വരുന്ന പ്ലാന്റ്സ് ആണ്. അത് ജസ്റ്റ് പ്ലാന്റ് നോക്കിയാൽ മനസ്സിലാകും, അതിലും ഫ്രൂട്ട് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. ഇതൊക്കെ കഴിഞ്ഞ എല്ലാം പൂത്ത പ്ലാന്റ്സ് ഉണ്ട്. ഇതിലൊക്കെ പൂത്ത് നിറയെ ആയി തുടങ്ങിയിട്ടുണ്ട്. മംഗോസ്റ്റിന്റെ വലിയ പ്ലാന്റ് അല്ലേ? ഇത് സീഡാണത്, ബഡാണോ? ബഡല്ല, സീഡാണ്. നമുക്ക് ബഡിൽ നമുക്ക് അധികം ഫ്രൂട്ട് ഉണ്ടാവത്തില്ല, സീഡാണ് എല്ലാവരും കൂടുതൽ ചെയ്യുന്നത്. അതുപോലെ റംബൂട്ടാൻ, ഇത് ഏതാ റംബൂട്ടാൻ? അത് N18 ആണ്. ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണല്ലോ. വലിയ പ്ലാന്റാ. ഇതും ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങിയിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. ഇത് എത്ര റേറ്റ് വരുന്നത്? ഇതൊക്കെ ഒരു 1200 ആ റേഞ്ചാ വരിക. ഇത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ വലിയ പ്ലാന്റ്സ് ആണ്. ഇത് കഴിഞ്ഞ കൊല്ലം കായ്ച്ചതാണ്, ഇതെല്ലാം കായ്ച്ചതാണ്. ഇത് ശരിക്കും നമുക്കൊരു 100-100 എണ്ണം വന്നതാണ്, ഇനി ബാക്കി ഇത് ഇത്രയേ ഉള്ളൂ. എന്താ വില? ഇത് 980 വരും, 980 രൂപ വരും ഈ ഒരു സൈസ്. എന്നെക്കാളും പേരട ചെറിയ തൈകള് അതൊക്കെ കംപ്ലീറ്റ് മുട്ടായല്ലേ? മുട്ടായി തുടങ്ങി. ഇതേതാ പേരത്? ഇത് തായ്വാൻ പിങ്കും ഉണ്ട്, പിന്നെ വേറൊരു വെറൈറ്റി ഹർക്കാക്കിരണം ഉണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ ഏരിയയിൽ അങ്ങനത്തെയാണ് വെറൈറ്റീസ് ആണ് പോകാറുള്ളത്. ഇത് പിന്നെ ചാമ്പകളുടെ വെറൈറ്റി നമ്മൾ നേരത്തെ കണ്ടത് ചെറിയ ചെറിയ പ്ലാന്റ്സ് ആണ്. ദൽഹാരി ഉണ്ട്, ബാലി ചാമ്പയുണ്ട്, ചെറിയ തൈകൾ. അതുപോലെ സീഡ്ലെസ് ലെമൺ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ പ്ലാന്റ്സ് ഉണ്ട്. ചെറിയ പ്ലാന്റ്സ്. ഇതേതാ ഈ പ്ലാവ്? വന്നിരിക്കുന്നത് J33 ആണ്. അത് ഒരുപാട് ആൾക്കാർ ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കണ പ്ലാവ്. നല്ല ചക്ക ഉണ്ട്, നല്ല ചക്കയാണ്. നമ്മുടെ തേൻവരിക്കയില്ലേ, അതിന്റെ ഒരു വെറൈറ്റി തന്നെയാണത്. ഈ പ്ലാന്റ് ഒക്കെ എന്ത് വില വരുന്നുണ്ട് ഈ തൈകള്? ഈ ഒരു സൈസുള്ള തൈയൊക്കെ 200 വില വരിക. ഇതിപ്പോ കമ്പാരിറ്റീവ്ലി എടുത്തത് നമ്മൾ ചെറുതാണ്. ഈ ഒരു സൈസ് ഒക്കെ എന്തായാലും കിട്ടും. 200 റേറ്റ് വരിക. നമ്മൾ വീടുകളിലൊക്കെ വിൽക്കാനായിട്ട് ഇപ്പൊ വിയറ്റ്നാം എയർലിനേക്കാളും കൂടുതൽ ആളുകൾ കൊണ്ടുപോകുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. എത്ര കൊല്ലം കൊണ്ട് കായ്ക്കും? ഇതൊരു 2-2.5 കൊല്ലത്തിനുള്ളിൽ എന്തായാലും കായ്ക്കും, ഉറപ്പാണ്. അത്തിര വലിയ തൈ അല്ലേ? ഇത് മറ്റേ അറേബ്യൻ അത്തിയത് അല്ല, ഇത് നമ്മുടെ സാധാ അത്തിയാണ്. അതെ, കായ്ച്ചായിരുന്നു അവിടെ. ഷീഡ് പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നില്ലേ, അതാണ്. എഡിബിൾ അല്ല ഫ്രൂട്ട്. അത് ഇവിടെ ഇത് കൊടുക്കാനുള്ള ചട്ടിയാണോ? അത് ഏതാ? ഇത് ചട്ടികൾ കൊടുക്കാനുള്ളതാണ്. ആണല്ലേ? ഇത് ഇതാണോ മറ്റേ എന്താ സിമന്റ്? ഫെറോകോണിന്റെ ആണ്. അതല്ലേ, വലിയ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെക്കാൻ പറ്റിയ ചട്ടികളാണ്. ഇനി ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതെന്താ പാലേ? അത് പാലാ. ഇതിന്റെ കളേഴ്സ് ഉണ്ട് വേറെ? ഇല്ല, ഇതിന്റെ വൈറ്റ് മാത്രമേ ഉള്ളൂ. ഓ, ഈ പന കായ്ച്ചത്? അതെ അതെ. കുറച്ച് പാടാണെന്ന് തോന്നല്ലേ കായ്ക്കാൻ? കുറച്ചധികം നാളായില്ല ഇത് വെച്ചിട്ട്? കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നാണ്. പക്ഷെ നമ്മുടെ പലയിടത്ത് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നിൽക്കുന്നത് നമ്മുടെ റംബൂട്ടാൻ റോൺ ഗ്രിയാൻ ഇല്ലേ? റോൺ ഗ്രിയാന്റെ പ്ലാന്റ്സ് ആണ് നിൽക്കുന്നത്. ഇതെന്ന് പറഞ്ഞ കൊലകളായിട്ട് നിറയെ ഉണ്ടാവും. ഇതും ഒക്കെ വലിയ പ്ലാന്റ് ആണ്. അധികം നമ്മൾ വെയിറ്റ് ചെയ്യണ്ട, നേരെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് 2 കൊല്ലം ആയ പ്ലാന്റ്. ഇതേതാ തൈക്കള്? ഇത് നമ്മുടെ സണ്ണങ്കി ഇല്ലേ, സണ്ണങ്കി അതിന്റെ പ്ലാന്റ്സ് ആണ്. പിന്നെ ഇത് നമ്മുടെ സ്ട്രോബെറി ഗൂവല്ലേ, സ്ട്രോബെറി ഗൂവയുടെ പ്ലാന്റ് ആണ്. കായ്ക്കാറായ പ്ലാന്റ് ആണ്. സ്ട്രോബെറി ഗൂവ ഏതാണ്? യെല്ലോ ആണോ? യെല്ലോ അല്ല, റെഡ് ആണ്. റെഡ് ആണോ? നന്നായിട്ടുണ്ടാവും. റെഡും യെല്ലോ ആണ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക. പക്ഷെ റെഡ് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. നല്ല ഭംഗി റെഡ്. അതെ അതെ. ഇത് നമ്മുടെ റെഡ് ജാക്ക് ആണ് ഇരിക്കുന്നതെല്ലാം. നമ്മുടെ വെയിലൊക്കെ കൂടുതലായതുകൊണ്ട് ഇപ്പൊ ഭയങ്കര വെയിലല്ലേ, ലീഫിനും ചെറുതായിട്ടൊരു ഇതുപോലെ. റെഡ് ജാക്കിന്റെ ഇലകൾ ഇങ്ങനെ തന്നെ, അധികം വലിപ്പം വരില്ല, ഇങ്ങനെ തന്നെയാണ്. റെഡ് ജാക്ക് ആണ്. ഇതൊക്കെ ഒരു 3 കൊല്ലം എടുക്കുന്നുള്ളൂ കായ്ക്കാൻ വേണ്ടിട്ട്. 2.5-3 പറയാറ്. ഒരു 600 ഒക്കെയാണ് ഈ ഒരു പ്ലാന്റ് സൈസ് ഒക്കെ റേറ്റ് വരിക. സ്വീറ്റ് കാരംബോൾ പൂത്തുള്ളതൊക്കെ നിറയുണ്ടായതാ. ഇത് പിന്നെ കായ പിടിക്കാൻ വല്ല പണിയൊന്നുമില്ലല്ലോ, എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. വലിയ കെയറിംഗും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ്.
ഇത് B17 ആണോ മറ്റേ തായ്ലൻഡിൻ്റെ ആ നല്ല മധുരമുള്ള ടൈപ്പാണെന്ന് തോന്നുന്നു അല്ലേ? ആ അതെ അതെ. ഇത് എത്ര റേറ്റ് വരുന്നത്? ഇത് വരുമ്പോൾ ഒരു 300 ആ റേഞ്ചൊക്കെ വരും. ഈ ഫ്രൂട്ട് ആയി തുടങ്ങിയ പ്ലാന്റ്സ് കേട്ടോ. ഈ ഒരു സൈസ് ഉണ്ടോ. പിന്നെ ഇത് നമ്മുടെ മസാല ചെടിയാണ്. പിന്നെ ഇത് ചാമ്പ ഇനി അപ്പുറത്തെ സൈഡുണ്ടല്ലോ അല്ലേ, അതിലങ്ങ് പോലെ. സാന്തോളിന്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഹോം ഗ്രൗണ്ടിന്റെ സ്വീറ്റ് സാന്തോൾ ആണ്. ഹോം ഗ്രൗണ്ട് ആണല്ലോ. ഇത് കായ്ച്ചതാണോ ഇവിടെ? ആ ഇത് കായ്ച്ചതാണ്. എന്താണ് സാന്തോളിന്റെ നിങ്ങളുടെ റിവ്യൂ? കഴിച്ചിട്ടുണ്ടോ പഴം? കഴിച്ചിട്ടുണ്ട്. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഒരു പഴം എന്നുള്ള നിലക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. അതായത് ഒരുപാട് കളക്ഷൻസ് ഉള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ ഗാർഡനിൽ കീപ്പ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അല്ലാതെ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു ഫ്രൂട്ട് പ്ലാന്റ് ഒന്നുമല്ല. ഇത് പിന്നെ നമ്മുടെ ട്രോപ്പിക്കൽ ലിച്ചിയാണ് കേട്ടോ. ട്രോപ്പിക്കൽ ലിച്ചി എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന പലരും കളിയാക്കാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ നാട്ടിൽ ലിച്ചി അങ്ങനെ ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ നമ്മുടെ ഇവിടെ പലരും ലോക്കലി പലയിടത്തും ചുള്ളിയിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് പലരും വന്ന് മേടിച്ചിട്ട് പോയി. ഒരാൾ തന്നെ ആളുടെ ഫാമിലേക്കാന്ന് പറഞ്ഞ് 10 ഞാൻ പറഞ്ഞു എനിക്ക് പേഴ്സണലി അറിയത്തില്ല നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ ഉണ്ടാവത്തോന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ട്രോപ്പിക്കലാന്ന് പറഞ്ഞ് വന്നതാണെന്നൊക്കെ പറഞ്ഞു. ബട്ട് ആളെ ഉണ്ടാവും എന്ന് പറഞ്ഞ് മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ കുറെ പേര് ചോദിച്ചും വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. ലെയർ ബഡ് ചെയ്തേക്കണതാ? ആ ബഡ് ചെയ്തേക്കുന്നതാ. വേഗം കായ്ക്കും. ആ വേഗം കായ്ക്കും. പക്ഷെ നമ്മളെ ക്ലൈമറ്റ് ആണ് ചെറിയൊരു പ്രശ്നം. ഇതെന്താ ലോങ് ലിച്ചി തന്നെയാണ്. ലിച്ചിയുടെ എത്ര വെറൈറ്റീസ് ഉണ്ട് ഇവിടെ? ലിച്ചിയുടെ ആകെ ഒരു വെറൈറ്റി ഉള്ളൂ. അതിന്റെ വലിയ വലിയ പ്ലാന്റ്സ് അല്ല. എത്ര റേറ്റ് വരുന്നുണ്ട് ഈ പ്ലാന്റ്? ഈ പ്ലാന്റ് 600 ആണ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസ്, ഈ ഒരു സൈസ് ഉണ്ട്. പലതും ചെറുതും വലുതൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. 600 രൂപ. അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. ഇതൊക്കെ ലിച്ചിയാണ് അല്ലേ? ഇതെല്ലാം ലിച്ചിയാണ്. ഈ ഒരു സൈസ് ഉണ്ടാകും. 5 feet ഒക്കെ പറയാം. 5 feet above ഉണ്ട്. ഇതെന്താ ഈ സപ്പോർട്ടാ? ഇത് നമ്മുടെ സാധാ സപ്പോർട്ടയാണ്. ആണോ? പക്ഷെ ഒരു വ്യത്യാസം മാതിരി കായക്ക് റൗണ്ട് തന്നെയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ റൗണ്ട് ആവും. നല്ല സ്വീറ്റ് ആണ് കേട്ടോ. ഫ്രൂട്ട് ആയി തുടങ്ങിയതാണ് ഈ ഒരു സൈസിൽ വരുന്നതല്ല. ഇത് ഏകദേശം ഒരു 7 അടി 7.5 അടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ മിൽക്ക് ഫ്രൂട്ടിന്റെ പ്ലാന്റാ. ഇത് നല്ല എൻക്വയറി ഉള്ള പ്ലാന്റ് ആട്ടോ. ഇത് ബഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ബഡാണ്. നമ്മുടെ ജമൈക്കൻ മിൽക്ക് ഫ്രൂട്ട് ഇല്ലേ, ആ വെറൈറ്റി ആണത്. ഇത് എത്ര റേറ്റ്? ഇത് 600 വരുന്നത്. മാവുകൾ ഇത് മിക്സ് ചെയ്തായിരിക്കുന്നത്. മല്ലികയുണ്ട്, അൽഫോൺസ് ഇരിക്കുന്നുണ്ട്, പ്രിയൂര് ഇരിക്കുന്നുണ്ട്, മൂവാണ്ടൻ ഉണ്ട്, എല്ലാം ഉണ്ട്. 300 ആണ് റേഞ്ച് വരുന്നത് ഈ ഒരു സൈസ് ഉള്ളത് കേട്ടോ. ഇത് ബോളരളിയുടെ ചെറിയ ചെറിയ കവറുകളാണ്. ഇനി ഇവിടെ ഈ സൈഡിൽ ചാമ്പ. ചാമ്പ ഇതൊക്കെ 15 രൂപ വരുന്നതാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ? അതെ. ഇത് ബോർഡറൊക്കെ വെക്കാൻ വേണ്ടി ബോർഡറൊക്കെ വെക്കാനായിട്ട് കൊണ്ടുവന്നു ചാമ്പ. ഇത് പല വെറൈറ്റീസ് ഉണ്ട്, മിക്സ് ചെയ്തായിരിക്കുന്നത്. നമുക്ക് തെരഞ്ഞെടുക്കാല്ലേ ഏത് വെറൈറ്റി വേണമെന്ന് വെച്ചാൽ? തെരഞ്ഞെടുക്കാം. അത്യാവശ്യം വലിയ പ്ലാന്റാ. ഇതൊക്കെ കായ്ച്ച ചാമ്പകളാണത്? ഇതെല്ലാം കായ്ച്ച ചാമ്പകളാണ്. ശരി, എല്ലാം കായ്ച്ചതാണ്. ഇപ്പൊ കാണിക്കാനായിട്ടൊന്നും കാണാനില്ല. ഇതെന്താ? ഇതൊക്കെ നമ്മുടെ ഫൈക്കസിന്റെ പ്ലാന്റ്സ് ആണ്. ഓർണമെന്റൽ പ്ലാന്റ്സ് വെക്കുന്നത്. ആ ഒരു സൈഡ് മൊത്തം പിന്നെ അതാണ്. ഇതൊക്കെ അത്തിയല്ലേ? ഇതെല്ലാം ഈ ഗാർഡൻ പ്ലാന്റ്സാ? ഗാർഡൻ പ്ലാന്റ്സ് ആണ്. ഇങ്ങോട്ട് പിന്നെ നമുക്ക് ആ ഒരു സൈഡ് മൊത്തം ഗാർഡൻ പ്ലാന്റ്സ് ആയിരിക്കും. ബാംബു. ഇത് മറ്റേ ഇതിന്റെ പേരെന്താ? ഇതല്ലേ? ഇത് പൈനാണ്. പൈനാ. ഇതൊക്കെ മെയിൻ ആയിട്ട് വർക്കിന് എടുക്കുന്ന പ്ലാന്റ്സ് ആണ്. ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാം അല്ലേ? ഗാർഡൻ സെറ്റ് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ വെരിഗേറ്റഡ് ബാംബു. പിന്നെ ഇത് ഫൈക്കസ് ആണ്. പിന്നെ ഇതൊക്കെ പാംസ് ആണ്. ഓക്കെ. ഇത് ബാംബു. ഇതിന്റെ പേര് ബ്യൂപ്പിൻ ആണ്. ബ്യൂപ്പിൻ അല്ലെങ്കിൽ ബ്ലൂ പൈൻ എന്ന് പറഞ്ഞ ബാംബു ആണ്. ഇതൊക്കെ വലിയ ചെടികളല്ലേ? വലിയ പ്ലാന്റ്സ് ആണ്. എത്ര റേറ്റ് ഇത്? ഇത് വരുമ്പോൾ ഒരു 1800 ഒക്കെ വരും കേട്ടോ. ഈ ഒരു സൈസ് 24 ഇത്രയും വലിയ സൈസ് കേട്ടോ. ഇതൊക്കെ ചെടികളാണ്. ഇതൊക്കെ ഗാർഡൻ പ്ലാന്റ്സ് റിപ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റ്സ് ഒക്കെയാണ്. ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത് വെച്ചേക്കണാണെന്ന് തോന്നുന്നു. അതെ. ഇതിൽ എന്തൊക്കെ വെറൈറ്റീസ് ആണ് മെയിൻ ആയിട്ടുള്ള? എന്തെങ്കിലും റയർ വെറൈറ്റീസ് ഉണ്ടോ? റയർ ഈ സൈഡിലല്ല, നമുക്ക് അവിടെ നോക്കാം. മെയിൻ ആയിട്ട് ഇവിടെ ഇരിക്കുന്ന യുജീനിയ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ. ഇത് ഈ ബാംബു ഏതാ? ഇത് നമുക്ക് മൾട്ടിപ്ലെക്സ് ബാംബു എന്ന് പറയും, അല്ലെങ്കിൽ പെൻസിൽ ബാംബു എന്ന് പറയും. ആ വെറൈറ്റി ആണ്.
ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് ഇത്? ഇതൊക്കെ ഒരു 600 ആ റേഞ്ചാണ് വരുന്നത് ഈ ഒരു സൈസ്. യുജീനിയൊക്കെ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണല്ലേ? റിപ്പോർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ. ഒരു 300 ആ റേഞ്ച് വരുന്നത് ഈ ഒരു സൈസ്. ആ വൈറ്റ് ഡിസംബർ ലേഡി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. അത് ശരിക്കും നമ്മുടെ ഡിസംബർ ആ ഒരു ടൈമില്ലേ? ഇത് ഇപ്പൊ പൂത്തതാണത്? അല്ല, അതിന്റെ ലീഫാണത്. ഇനി അത് നമുക്ക് ഗ്രീൻ തന്നെ ആകും. ഇത് നമ്മളെ പണ്ടത്തെ കളർ ചെടിയല്ലോ? അത് തന്നെ. ഇതെന്താ ഈ ചെടി? ഇത് കായുണ്ടല്ലോ. ഇത് നമ്മുടെ ഫൈക്കസ് ആണ്. പ്ലാന്റ് ആണിത്. ഫൈക്കസ് ഇങ്ങനെ കായ്ക്കൂലേ? ഫൈക്കസ് കായ്ക്കും. അതല്ലേ നിറയെ കിളികളൊക്കെ വന്നിരുന്നോളൂ ഇപ്പോഴും. കാണാനും കുറച്ച് ഭംഗിയല്ലേ ഇങ്ങനെ കായ്ച്ചു കിടക്കുമ്പോൾ. ഇവിടെ ഉണ്ടല്ലോ ഇതൊക്കെ ഗാർഡൻ പ്ലാന്റ്സാ? എല്ലാം ഗാർഡൻ പ്ലാന്റ്സ്. ടെർമിനേലിയ വൈറ്റ് ആണ്. ഇതല്ലേ നമ്മളാ പെട്രിയ സാൻ പേപ്പർ വൈൻ അല്ലേ? അതിന്റെ എന്ത് കളർ? ഇത് ബ്ലൂ? ഇത് ബ്ലൂ ആണ്. ബ്ലൂ കൊണ്ട് വൈറ്റ് ഇരിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത്. ഈ ഒരു സൈസ് ആണ്. ഫ്ലവർ ആയി തുടങ്ങിയതാണ്. ശരി. എത്ര റേറ്റ് ഇത്? ഇത് 350 വരുന്നത്. ലെയർ ആണോ അല്ലേ? ലെയർ ചെയ്തേക്കുന്ന. പിന്നെ ഇതൊക്കെ ചെത്തി. ഇതെന്താ ഈ സാധനം? ഇത് നൊളിന എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. നൊളിന അല്ലെങ്കിൽ എലഫന്റ് ഫുഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന്റെ ഇത് കണ്ടോ, സ്റ്റെം താഴെ ഇങ്ങനെ. ഇതുണ്ടല്ലോ കുറ്റിക്കുരുമുളക് ഉണ്ടല്ലോ. ഇത് ഇതാണോ കൈരളിയാണോ? അല്ല, കരിമുണ്ട. കരിമുണ്ട വെറൈറ്റി. ഈ ഒരു സൈസ് ഉണ്ടാവും. എപ്പോഴും കുരുമുളകായിരിക്കും. ഇതൊക്കെ നിങ്ങളെ പുതിയ പരിപാടിയാണ്? ഇതൊക്കെ അതെ. സാധാ കുപ്പിയിൽ തന്നെ പെയിന്റ് അടിച്ചിട്ടുണ്ടോ? കുപ്പിയിലല്ല, നമ്മളത് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന റൈറ്റ് ആണ്. അത് ബോട്ടിൽസ് ആണത്. ബോട്ടിൽ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇറക്കിയ റൈറ്റ് ആണ്. ഇത് ഷാമ്പെയിൻ പാം ആണ്. ഷാമ്പെയിൻ പാം അല്ലേ? അധികം വലിപ്പം വരും അത്? ഇല്ല, ഒരുപാട് ഗാർഡന്റെ ഒരു കോർണറിലൊക്കെ വെക്കാൻ പറ്റിയ ചെടിയാണ്. പിന്നെ നമ്മൾ അപ്പുറം കണ്ടതാണ്. ഇത് മാംഗോസ്റ്റിന്റെ വലിയൊരു പ്ലാന്റ് ആണ്. വെരിഗേറ്റഡ് പാം. അങ്ങോട്ടും അത് തന്നെയാണ്. പിന്നെ ഫൈക്കസ് ആണ് ഇരിക്കുന്നത്. വലിയ ഫൈക്കസ് അല്ലേ? ഫൈക്കസ് ഇത് ഉണ്ടെന്നോളെ. വെരിഗേറ്റഡ് മൾട്ടി കളർ ഉണ്ടെന്നോളെ. വൈറ്റും പല വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ എന്ത് വില വരും ഇത്രയുള്ള ഫൈക്കസ് ഒക്കെ? 600 ഒക്കെ വരുന്നത്. ആ റേഞ്ചിലാണ് വരുന്നത്. എവിടെയാണ് അവർ ഫുള്ള് ഇൻഡോർ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്തത് കണ്ട? ഇൻഡോർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതിന്റെ പേരെന്താ ഈ പ്ലാന്റിന്റെ? ഇത് ചൈന ഡോളാണ്. ചൈന ഡോൾ അല്ലേ? ഇത് ഇൻഡോർ അല്ല, പ്യുവർ ഇൻഡോർ അല്ലേ? പ്യുവർ ഇൻഡോർ അല്ല, കുറച്ച് വെയിലുണ്ട്. പക്ഷെ പ്യുവർ ഇൻഡോർ ആയിട്ട് വെക്കാം. അതുപോലെ തന്നെ നല്ല വെയിലത്ത് കൊണ്ടുവന്ന് വെക്കാം. ഒരു കുഴപ്പമില്ല. ഇത് നമുക്ക് ഫൈക്കസ് പുമില എന്നൊക്കെ പറയുന്ന പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ഫൈക്കസ് പുമില ഹാങ്ങിങ്സിൽ നമ്മൾ ഇൻഡോർ കൊടുക്കുന്ന പ്ലാന്റ്സ് ആണിത്. അധികം കോമൺ അല്ല അല്ലേ? ഇല്ല, അധികം കോമൺ അല്ല. ബട്ട് വലിയ കെയറിംഗ് ഒന്നും വേണ്ടാത്ത പ്ലാന്റ്സ് ആണ്. ഇതൊരെണ്ണം. പിന്നെ അതിന്റെ തന്നെ വേറൊരു വെറൈറ്റി. ലീഫ് വലുതല്ലേ? ലീഫ് വലുത്. ഇത് എത്ര റേറ്റ്? ഇതൊക്കെ ഒരു 200 ആ ഒരു റേഞ്ച് ഒക്കെയാണ് വരുന്നത്. ഇത് പ്യുവർ ഇൻഡോർ എന്ന് പറയാൻ പറ്റും? കുറച്ച് വെയിൽ വേണോ? പ്യുവർ ഇൻഡോർ അല്ല, ചെറുതായിട്ടൊരു നമുക്ക് ഈ ഒരു ഇതിലൊക്കെ നമുക്ക് നിൽക്കുന്നേ ഉള്ളൂ. പ്യുവർ ഇൻഡോർ ആയിട്ട് കൊണ്ടുവന്ന് വെക്കാൻ പറ്റിയ പ്ലാന്റ് അല്ല. ഇതൊക്കെ ഇതാണ് CC പ്ലാന്റ്സ് ആണ്. CC പ്ലാന്റ്സിന്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഇത് കുറച്ച് ഡ്വാർഫ് ആയിട്ടുള്ള വെറൈറ്റി, നല്ല തിക്കായിട്ട് ഇങ്ങനെ വരും. അതായത് പ്യുവർ ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. നമുക്ക് ബെഡ്റൂമിലൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയ പ്യുവർ ഇൻഡോർ പ്ലാന്റ്സ്. ഇത് മറ്റേതല്ലേ? അഗ്ലോണിമ അല്ലേ? അത് അഗ്ലോണിമയാണ്. ഇതെല്ലാം ഇൻഡോർ ആണ്. അഗ്ലോണിമ, കലാത്തി. ഇത് കലാത്തി അല്ല? ഇത് കലാത്തിയാണ്. കലാത്തിയ മിക്സ് ആണ്. ഇതും ഇതിൽ പെട്ടല്ലേ? ഇത് ബിർക്കിൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഫിലോഡെൻഡ്ര ആണിത്. ഇതോ? ഇതൊക്കെ നമ്മുടെ മണി പ്ലാന്റ്സിന്റെ വെറൈറ്റീസ് ആണ്. ഇതെല്ലാം ഇൻഡോർ അല്ലേ? ഇവിടെ ഇരിക്കണൊക്കെ റബ്ബർ പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ അവിടെ? വലിയ റബ്ബർ പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ കിങ് പാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അകത്ത് കൊടുക്കുന്ന വലിയ പാംസ് ആണ് ഇതൊക്കെ. ശരി, അകത്ത് വെക്കാൻ പറ്റും? അകത്ത് വെക്കാൻ പറ്റിയത്. അത് നമ്മുടെ പോട്ട്സിന്റെ സെക്ഷൻ ആണ് കേട്ടോ. നമുക്കിവിടെ ഒരുപാട് പോട്ട്സിന്റെ എൻക്വയറീസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിന്റെ പല വെറൈറ്റീസ് ആണ് ഇതൊക്കെ. വെയിറ്റ് ഇല്ലല്ലോ തീരെ? വെയിറ്റ് ഇല്ല. അത് മെലാനിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിന്റെയാണ്. ഇതൊക്കെ കൊറിയർ ചെയ്യാന്നോ അല്ലേ? ഇതൊക്കെ നമുക്ക് കൊറിയർ ചെയ്യാം. നമുക്ക് ഈ ഒരു ടൈപ്പ് പോട്ട്സ് ഒക്കെ നമുക്ക് കൊറിയർ ചെയ്യാം. പിന്നെ ഇതൊക്കെ നമുക്ക് മണി പ്ലാന്റ്സ് ഒക്കെ അടിപൊളിയായിട്ട് ഒരുപാട് ഇപ്പൊ നല്ല ഡിമാൻഡുള്ള പോട്ടാണത്. ഇത് സെറാമിക് ആണത്? സെറാമിക് ആണത്. 699 രൂപ വരും. പൊട്ടും എന്തായാലും പൊട്ടും. പക്ഷെ ആ ഒരു ലുക്ക് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ കൊള്ളാം. ഇത് ഇന്നറും ഉണ്ടല്ലേ? ഇന്നറുണ്ട്.
പിന്നെ ഇതൊക്കെ കുറച്ച് ഫാൻസി ആയിട്ടുള്ള പോട്ട്സ് ആണ്, ഈ ഒരു ടൈപ്പ് ഒക്കെ വരുന്നത്. പിന്നെ ഇതൊക്കെ കുറച്ച് ഭയങ്കര റിച്ച് ലുക്ക് ആണ്, പക്ഷെ വലിയ വെയിറ്റ് ഒന്നുമില്ല, വലിയ റേറ്റും വരുന്നില്ല. 399 ഒക്കെയാണ് ഇതിന്റെ റേറ്റ് ഒക്കെ വരുന്നത്. സോറി 350 കേട്ടോ. പിന്നെ കൊച്ചു കൊച്ചു പോട്ടുകൾ, ഇതൊക്കെ പോട്ടല്ലേ? കൊച്ചു കൊച്ചു പോട്ട്സ് ഒക്കെ ചോദിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട് കിച്ചണിലൊക്കെ വെക്കാനായിട്ട്. ഇതൊക്കെ 10 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോട്ട്സ് ആണ്. ഇതൊക്കെ 10 രൂപയുടെ പോട്ട്സ് ആണ്. പിന്നെ വരുന്നത് ഈ ടൈപ്പാണ്, വൈറ്റ് ആണ്. ഇതിന് ഇന്നർ ഉണ്ടോ? ഇല്ല, ഇന്നർ ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഇന്നറിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊക്കെ നമുക്ക് വാൾ ഹാങ്ങിങ്ങിന് പറ്റിയ പോട്ട്സ് ആണ് കേട്ടോ, സെറാമിക്കിന്റെ. ഇതിന്റെ വൈറ്റും ബ്ലാക്കും ആണ് ഇപ്പൊ കൂടുതലും പോവാറുള്ളത്. റെഡും യെല്ലോയും എല്ലാ കളേഴ്സും വരാറുണ്ട്. ഇതും അങ്ങനത്തെ ഇൻഡോർ പോട്ട്സ് ആണ് കൂടുതൽ ഡിമാൻഡുള്ള, ഇപ്പൊ നിലവിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുറെ പോട്ട്സ് ആണ്. പിന്നെ ഇതൊക്കെ പല കളേഴ്സ് അല്ലേ? കളേഴ്സ്. അത് കുറച്ച് വെയിറ്റ് ഉള്ളതാണല്ലോ. ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട്. ഇതെല്ലാം വെയിറ്റ് ഉള്ളതാണ്. ഇതും ഈ ഡിസൈൻ കളേഴ്സ് ഉണ്ട്. കുറച്ച് ക്ലാസി ആയിട്ടുള്ള മോഡൽസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ അതുപോലെ ക്ലേയില് വരുന്നതാണ്. വെയിറ്റ് ഒക്കെ ഹെവിയാണ്, ബട്ട് റേറ്റ് ഒക്കെ വരുമ്പോൾ ഒരു 360 ആ ഒരു റേഞ്ച് ഒക്കെയാണ്. ഇന്നർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാലോ. ഇന്നർ വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ആ പ്ലാൻ. ഇതെന്താ ഈ വലിയ പ്ലാന്റ്? ഇത് നമുക്ക് അംബ്രല്ല ബ്രാസിയ എന്ന് പറഞ്ഞിട്ട് ഇൻഡോർ പ്ലാന്റ്, ഇൻഡോർ വെക്കുന്ന പ്ലാൻ അതല്ലേ? ഇതെവിടെ ഉണ്ട്? തൈക്കളുണ്ടോ അതിന്റെ? തൈക്കളുണ്ട്. അതോ അപ്പുറത്തിരിക്കുന്നതോ? അത് മോൺസ്ട്ര പ്ലാന്റ്സ് ആണ്. ഇത് നല്ല വലിപ്പമുണ്ടല്ലോ അല്ലേ? നല്ല വലിപ്പം വെക്കും അത്, പക്ഷെ കാണാനും നല്ല ഭംഗിയല്ലേ. ഇവിടെ സാധാ പോട്ട്സ് അല്ലേ? സാധാ പോട്ട്സ്, പ്ലാസ്റ്റിക് പോട്ട്സ് ആണ് അവിടെ കൂടുതൽ ഇരിക്കുന്നത്. പ്ലാസ്റ്റിക് ഹാങ്ങിങ്സും സാധാ പോട്ട്സും അല്ലായിരുന്നു. വില കുറവുള്ള അല്ലേ? വില കുറവുള്ള. ഇതൊക്കെ കൊറിയർ ചെയ്യാൻ പറ്റൂട്ടോ. മറ്റേ ചെടികളാവുമ്പോഴാണ്, വലിയ ചെടികളാവുമ്പോഴാണ് പ്രശ്നം. കൂടുതലും വലിയ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്ക് പ്രശ്നം. ഇതേ ഒരു സ്ക്വയർ ടൈപ്പ് അതും കൊള്ളട്ടോ. അതൊക്കെ ഫൈബർ പോട്ട്സ് ആണ്. ആണോ? വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? വെയിറ്റ് ഉണ്ട്, ബട്ട് ലാസ്റ്റ് ചെയ്യും, ഒരുപാട് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇത് നമ്മുടെ ഫൈക്കസ് ഫിഡിൽ ലീഫിന്റെ വലിയ പ്ലാന്റ് ആണ്. ഇതൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് ഇൻഡോർ അത്യാവശ്യം സ്പേസ് ഉള്ളവരൊക്കെ കൊണ്ടുപോകുന്നതാണ്. പിന്നെ ഓഫീസും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ കൊണ്ടുപോകുന്ന പ്ലാന്റ്സ് ആണ്. ഇതും ചൈന ഡോൾ അല്ലേ? ഇത് ചൈന ഡോളിന്റെ വലിയ പ്ലാന്റ്. ഇതല്ല മറ്റേ റബ്ബർ പ്ലാന്റ്? റബ്ബർ പ്ലാന്റ് ആണ്. ഇത് ബ്ലാക്ക് ആണ്, ഇത് വെരിഗേറ്റഡ് ആണ്. ഇതൊക്കെ ഒരു 200 ആ റേഞ്ച് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ മണി പ്ലാന്റ്സ് ആണ്. മാർബിൾ ആണിത്. ഈ വെറൈറ്റിന് പറയുന്ന പേര് മാർബിൾ മണി പ്ലാന്റ്സ് എന്നാണ്. പിന്നെ നമ്മൾ നേരത്തെ അകത്ത് കണ്ട അംബ്രല്ല ബ്രാസിയല്ലേ, അതിന്റെ ചെറിയ പ്ലാന്റ് ഒരു സൈസ് ഒക്കെയാണ് വരുന്നത്. ഇത് പൂക്കളൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഇല മാത്രമേ ഉള്ളൂ. ഇല മാത്രമേ ഉള്ളൂ. ആ ഒരു ഫിനിഷിംഗ് ആണ് അതിന്റെ ഭംഗി. ഇതൊക്കെ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണല്ലോ. കോക്കോപീറ്റ് ഒക്കെ ഉണ്ടല്ലേ? കോക്കോപീറ്റ് ഒക്കെ ഉണ്ട്. ബ്ലോക്കുകളാണ് ഇരിക്കുന്നത് കൂടുതലും. ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ അഗ്രോ ബൂസ്റ്റ് എല്ലാത്തിനും കോമൺ ആയിട്ട് കൊടുക്കാവുന്ന ഐറ്റംസ്. പിന്നെ ഗ്രോ ബാഗ് എല്ലാം ഉണ്ട്, എല്ലാ ടൈപ്പ് പച്ചക്കറിക്ക് വേണ്ട എല്ലാ ടൈപ്പ് ഗ്രോ ബാഗും ഉണ്ട്. അത് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് ഫില്ല് ചെയ്ത്, മണ്ണൊക്കെ ഫില്ല് ചെയ്ത് വളമൊക്കെ ഇട്ട് പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ സമയവും അതുപോലെ തന്നെ ഇവിടുത്തെ സമയവും പിന്നെ നിങ്ങളെ നമ്പറൊക്കെ ഒന്ന് പറഞ്ഞേക്കും. നമ്മളിപ്പോൾ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം ഒരു 7 മണി വരെ വർക്കിംഗ് ആണ്. ഇപ്പൊ നിലവിൽ സൺഡേസ് വർക്കിംഗ് അല്ല, ബട്ട് നെക്സ്റ്റ് മന്ത് മുതൽ മിക്കവാറും സൺഡേസും അവൈലബിൾ ആയിരിക്കാം. പിന്നെ നമ്മുടെ കോൺടാക്ട് നമ്പർ വരുന്നത് 9895887771. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്ലാൻസ് ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത പ്ലാൻസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കൂലേ? ഡെഫിനറ്റ്ലി നമ്മൾ എടുത്തിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡനിങ് ഒക്കെ അത് ചെയ്യുന്നുണ്ട്? എല്ലാം ചെയ്യുന്നുണ്ട്. വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ട്, ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നുണ്ട്. ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് ഗാർഡനിങ് ചെയ്യുന്നുണ്ട്? സെറ്റ് ഡ്രം ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഡ്രം ഗാർഡനിങ് ചെയ്യുന്നുണ്ട്. പാർക്കിംഗിൽ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് എത്തിച്ചു കൊടുക്കും. നേരിട്ട് വരണം എന്നൊന്നുമില്ല. ഇപ്പൊ ഡ്രമ്മിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് പ്ലാന്റ് വലുതാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരി, താങ്ക് യു.